നമ്മുടെ കിളിനെ കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ കാല് മുറിച്ച് മാറ്റേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. രാവിലെ തന്നെ കിളിക്ക് തീറ്റ കൊടുക്കാൻ പോയപ്പോഴേക്കും അതിന് നടക്കാൻ പറ്റുള്ള അതിനെ തുരപ്പൻ അറ്റാക്ക് ചെയ്ത്. അപ്പം തന്നെ നമ്മൾ ചെറിയ രീതിയിൽ ഫസ്റ്റ് എയ്ഡൊക്കെ കൊടുത്ത് അതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടി നിൽക്കണ വഴിക്ക് തന്നെ ഒരു കടിയും കിട്ടി. കിളീനെയും എടുത്ത് അങ്ങനെ നമ്മൾ പാലാരിവട്ടത്തുള്ള ബേർഡ് ഇൻഡെക്സ് ഹോസ്പിറ്റലിലേക്ക് പോയി. കിളീനെ കൺസൾട്ട് ചെയ്തപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് വെയിൻ കട്ടാണ്, കാല് മുറിച്ചുകളണമെന്നാണ്. അങ്ങനെ നമ്മൾ ബാരടിച്ചിരിക്കുമ്പോഴാണ് പുറത്തൊരു മച്ചാനൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചപ്പോഴേക്കും ഗോൾഡൻ മങ്കി എന്ന്. അപ്പോഴേക്കും നമ്മുടെ കിളിനെയും കൂടി ഡോക്ടർ ഇങ്ങനെ വന്ന് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കാണാത്തത് കൊണ്ട് തൽക്കാലം ഡ്രസ്സ് ചെയ്തെന്ന്. 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെക്കപ്പിന് കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പോന്നു. 2 ദിവസത്തിന് ശേഷം വീണ്ടും നമ്മൾ കിളിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തി. ഈ കാണുന്നതല്ല, ഇത് ഒരു എല്ലിന്റെ കഷ്ണം പോയി. അപ്പൊ ബാക്കി എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് കട്ട് ചെയ്ത്, ഇതൊക്കെ രണ്ടായത് ഈ ബ്രൗൺ കളർ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി ഒരു കമ്പി അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും. ഈ ഒരു ഇതിൽ നിൽക്കും. കാലൊടിഞ്ഞ പിന്നെ ഹാൻഡ് ഫീഡാണ് കൊടുക്കുന്നത്. അതിൻ്റെതായ വ്യത്യാസങ്ങൾ കിളിയുടെ ബോഡി കാണാനുണ്ട്. സർജറിക്ക് വേണ്ടി അനസ്തേഷ്യ കൊടുക്കുന്ന റിസ്ക് ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് സർജറി ഒഴിവാക്കി പ്ലാസ്റ്റർ ഇട്ട് നമ്മളിങ്ങനെ പോകുന്നു.